ഉള്ളത് ഡോക്ടർ MS വല്യത്താനാണ്. കേരള മണ്ണിൽ പിറന്ന് ലോക പ്രശസ്തിയിലേക്ക് ഉയർന്ന കൃഷകരനായ പത്മവിഭൂഷൺ ഡോക്ടർ MS വല്യത്താൻ. ഈ പരിപാടിയിലേക്ക് അങ്ങേക്ക് സ്വാഗതം. അങ്ങയെ ഞങ്ങൾ മലയാളികൾ അറിയുന്നത് ലോക പ്രശസ്തിയിലേക്ക് ആനയിച്ച ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫൗണ്ടർ ഡയറക്ടറായിട്ടാണ്. അഭിമാനത്തോടെ സന്തോഷത്തോടെ എല്ലാ മലയാളികളും അങ്ങനെയാണ് അങ്ങയെ സ്മരിക്കുന്നത്. ഏകദേശം 20 വർഷത്തോളം അങ്ങ് കേരളത്തിൽ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തു. ആ അനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സുഖമേത് ദുഃഖമേത്, കുറച്ച് കാര്യങ്ങൾ ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമോ? ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ട അവസരം കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായും. ഞാൻ ജനിച്ചതും വളർന്നതും മെഡിക്കൽ കോളേജിൽ പഠിച്ചതും എല്ലാം കേരളത്തിൽ തന്നെയാണ്. 57 ഞാൻ കേരളം വിട്ടു പോയതിന് ശേഷം ഇവിടെ വീണ്ടും വരുമെന്നെനിക്ക് യാതൊരു വിചാരവുമില്ലായിരുന്നു. തീരെ അപ്രതീക്ഷിതമായിട്ടാണ് എൻ്റെ ലോകസഞ്ചാരമൊക്കെ കഴിഞ്ഞ് ഞാൻ മദ്രാസിൽ IIT-യിൽ ഒരു പ്രൊഫസറായിട്ട് റെയിൽവേ ഹോസ്പിറ്റലിൽ കൺസൾട്ടൻ്റായിട്ടും ജോലി ചെയ്യുന്ന സമയത്താണ് അച്യുതമേനോൻ്റെ ഗവൺമെൻറ് ഞാനിവിടെ വരണമെന്ന് പറഞ്ഞൊരു ക്ഷണം തന്നത്. അത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അന്ന് ഞാനിവിടെ വന്നു. അന്ന് എനിക്ക് 40 വയസ്സാണ്. അപ്പോൾ ഈ ചിത്ര തിരുനാൾ സെൻ്റർ എന്ന് പറയുന്ന കെട്ടിടം, അതിനകത്തൊന്നുമില്ല, ഫർണിച്ചറില്ല, എക്വിപ്മെൻ്റ് ഇല്ല, സ്റ്റാഫില്ല. അതെന്ത് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി ഒരു കൃത്യമായിട്ടൊരു പദ്ധതിയുമില്ല. അങ്ങനെയാണ് ഞാനിവിടെ വരുന്നത്. എനിക്കാണെങ്കിൽ ഭരണത്തിലൊന്നും യാതൊരു പരിചയമില്ല. ഞാനൊരു സർജൻ, റിസർച്ചർ എന്നല്ലാണ്ട് ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കുക, അത് ഭരിക്കുക, അങ്ങനെയുള്ള പരിചയമൊന്നും എനിക്ക് കിട്ടില്ല. ഏതെങ്കിലും ഒരു സാഹസമായിരുന്നു, പക്ഷെ ഒരു തീരുമാനം എടുത്ത് വരാനായിട്ട് അത് ഒരു നല്ല തീരുമാനമായിരുന്നു. പക്ഷെ ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. സാമ്പത്തികമായിട്ട് വേണ്ടത്ര പണം കിട്ടിയെന്ന് വരികയില്ല. അക്കാലത്ത് ഫോറിൻ എക്സ്ചേഞ്ച് കിട്ടാൻ വലിയ പ്രയാസം, അതുകൊണ്ട് എക്വിപ്മെൻറ്റ് ഇമ്പോർട്ട് ചെയ്യാൻ പ്രയാസം. പിന്നെ വിദഗ്ധരെ ന്യൂറോ സർജറി, കാർഡിയാക് സർജറി, അങ്ങനെ 2 സ്പെഷ്യാലിറ്റി അവിടെ തുടങ്ങുന്നുള്ളൂ. 2, കാർഡിയോളജി, ന്യൂറോളജി. എല്ലാം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതി കേരളത്തിനില്ല. അതുകൊണ്ട് ഈ 2 കാര്യങ്ങൾ, അന്ന് കേരളത്തിൽ ഈ സ്പെഷ്യലൈസ്ഡ് സർവീസസ് ഇല്ല. വാസ്തവത്തിൽ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുന്ന സ്ഥാപനങ്ങൾ വേറെ ഇല്ല. അപ്പോൾ കേരളത്തിൽ ആർക്കെങ്കിലും ഒരു ഓപ്പൺ ഹാർട്ട് സർജറി വേണമെങ്കിൽ അവർ വെല്ലൂരിൽ പോകണം. അങ്ങനെയാണ് തുടങ്ങുന്നത്. അത് പക്ഷെ ഒരു നല്ല തീരുമാനമായിരുന്നു. ചിലപ്പോൾ അത് വലിയൊരു തിരിച്ചടി എനിക്ക് എൻ്റെ രണ്ടാമത് ഞാനൊരു പ്രൈവറ്റ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ചെയ്യേണ്ടി വരുമായിരുന്നു. അങ്ങനെ ഒരു റിസ്ക് അതിലുണ്ട്. പക്ഷെ നമ്മൾ റിസ്ക് എടുക്കാനുള്ള ജീവിതം വാസ്തവത്തിൽ എന്നെ സംബന്ധിച്ചുള്ള ഇറ്റ് ഈസ് എ ഡൾ ലൈഫ്. അതുകൊണ്ടാണ് ആ ഒരു 20 വർഷം കൊണ്ട് ഞാനിവിടെ 94-ൽ എൻ്റെ ടേം കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ ഞാൻ ഇടയ്ക്കും ചോദിച്ചോട്ടെ, എല്ലാ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന അങ്ങയെപ്പോലെയുള്ള സ്ഥാപക ഡയറക്ടർമാർ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് തലവന്മാർ ഇവരെല്ലാം സർവീസിൽ നിന്ന് വിരമിക്കുവാൻ സമയമാകുമ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് വർഷങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങയെക്കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, കൃത്യമായിട്ട് അങ്ങ് റിട്ടയർമെൻറ്റ് ഏജ് വന്നപ്പോൾ ആ നിമിഷം സർവീസിൽ നിന്ന് വിരമിച്ചു. എന്തുകൊണ്ടാണ് അങ്ങ് മറ്റുള്ളവർ ചെയ്യുന്ന പോലെ എക്സ്റ്റൻഷന് വേണ്ടി ശ്രമിക്കാത്തത്? മുഴച്ചിരിക്കുന്നു പറയാം. നമ്മളെ എല്ലാത്തിനും ഒരു there is a time for everything under the sun, a time to come, a time to go, a time to live, a time to die. അത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ ടൈം കഴിഞ്ഞപ്പോൾ ഞാൻ പോയി. എനിക്ക് സന്തോഷമുള്ളൂ അതിൽ. പക്ഷെ അതിൽ ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഈ 3 ക്യാമ്പസസ് ഉണ്ട്. ഒരു റെസിഡൻഷ്യൽ ക്യാമ്പസ്, പൂജപ്പുരയിലെ ടെക്നോളജി ക്യാമ്പസ്, ഇവിടുത്തെ ഹോസ്പിറ്റൽ ക്യാമ്പസ്. 900 എംപ്ലോയീസ്. ഈ 2 സ്പെഷ്യാലിറ്റീസും ഭംഗിയായിട്ട് നടക്കുന്നു. സാധാരണ ആളുകൾക്ക് വന്ന ഈ ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ സാധ്യത ഇവിടെ ഉണ്ട്. അതേസമയം ഏറ്റവും വലിയൊരു ചലഞ്ച്, ഈ ചിത്ര സെന്റർ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടായി. അത് അങ്ങനെ ആക്കി തീർത്തത് അങ്ങാണ്. അതാണ് ഒരുപാട് പേര് തന്നെ സഹായിച്ചു. മൊറാർജി ദേശായിയുടെ തീരുമാനമാണ് ഒടുക്കം. അദ്ദേഹമാണ് ആ തീരുമാനം എടുത്തത്. ഇതൊരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്കണം. AK ആന്റണി എന്ന ചീഫ് മിനിസ്റ്ററാണ്, അദ്ദേഹം സഹായിച്ചു. അപ്പോൾ ആ തീരുമാനത്തിന്റെ ഒരു പ്രധാന കാരണം, അന്ന് ഇവിടെ 120 ബെഡേ ഉള്ളൂ ഈ ആശുപത്രിയിൽ. 120 ബെഡുള്ള ഒരു ചെറിയൊരു ആശുപത്രി ഒരു പാർലമെന്റ് ആക്ട് വഴി ഒരു ദേശീയ സ്ഥാപനമാക്കുക, ഇത് ആലോചിക്കാൻ പോലും പ്രയാസമാണ്. അതിനൊരേ ഒരു കാരണം,
ഒരു ഐഡിയ ആണ്. അതായത് ടെക്നോളജിയും മെഡിസിനും കൂടെ യോജിപ്പിക്കുകയാണെങ്കിൽ, സംയോജിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാക്ടീസ് ഓഫ് മെഡിസിന് വേണ്ടുന്ന എത്രയോ ടെക്നോളജി നമുക്കുണ്ട്, എക്വിപ്മെന്റ് ഉണ്ട്, ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ഡിവൈസസ് ഉണ്ട്. ഇതൊന്നും ഇല്ലാണ്ട് ഒരു സ്പെഷ്യാലിറ്റിയും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒക്കില്ല. അങ്ങ് കാർഡിയാക് സർജൻ എന്നതിലുപരി ഒരു ബയോമെഡിക്കൽ വിദഗ്ധനാണല്ലോ. അങ്ങയുടെ തന്നെ രൂപകൽപ്പന ചെയ്ത കാർഡിയാക് വാൽവുകൾ, ശ്രീചിത്ര വാൽവുകൾ, അതിന് അങ്ങ് നേതൃത്വം നൽകിയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഈ ശ്രീചിത്ര വാൽവുകൾ അങ്ങ് രൂപകൽപ്പന ചെയ്ത ആ വാൽവുകൾ അങ്ങ് ആഗ്രഹിച്ചതുപോലെ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ? അത് അങ്ങ് ആഗ്രഹിച്ചതുപോലെ തന്നെ അതിൻ്റെ നിരീക്ഷണവും പരീക്ഷണവും തുടരുന്നുണ്ടോ? ഈ ടെക്നോളജിയും മെഡിസിനും കൂടെ യോജിപ്പിക്കുകയാണെങ്കിൽ ഈ ഹാർട്ട് വാൽവ് പോലെയുള്ള മറ്റെത്രയോ ഉപകരണങ്ങളുണ്ട്. അതൊക്കെ ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുക്കണം. അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ സാധാരണക്കാർക്ക് അത് അവൈലബിൾ ആവുകയില്ല. അതായിരുന്നു അതിന്റെ ഉദ്ദേശം. ആ ഒരൊറ്റ ഐഡിയ കൊണ്ട് ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആവുന്നത്. അപ്പൊ അതിന്റെ ഒരു ഉദാഹരണം, പിന്നെ വിജയം ഇത് കൂടിയാണ്. അതാണ് ഈ ഹാർട്ട് വാൽവ് അതിന്റെ ഒരു നല്ലൊരു ഉദാഹരണമാണ്. അത് ഞങ്ങള് അത് വികസിപ്പിച്ചെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതായത് ഒരു ഹാർട്ട് വാൽവ് ഒരു ദിവസം 1,00,000 പ്രാവശ്യം അത് തുറക്കണം, അടയ്ക്കണം. അങ്ങനെ ഈ വേൾഡ് സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ISO എന്ന് പറയുക, ASO സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ഒരു വാൽവ് നമ്മൾ ഒരു പേഷ്യൻറ്റിൽ വെക്കണമെന്നുണ്ടെങ്കിൽ അത് 400 ബില്യൺ ടൈംസ്, അതായത് 10 വർഷത്തെ ഡ്യൂറബിലിറ്റി അതിനുണ്ടായിരിക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ടെസ്റ്റിൽ പ്രൂവ് ചെയ്തെങ്കിലേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് തിരുവനന്തപുരം പോലുള്ള ഒരു ചെറിയ സ്ഥലത്ത് ഇത് സാധിക്കുമെന്ന് വളരെ ആർക്കും അതിനെപ്പറ്റി ഒരു വിശ്വാസമില്ലായിരുന്നു ഞങ്ങൾ തുടങ്ങുമ്പോൾ. പക്ഷെ അത് സാധിച്ചു എന്നുള്ളതാണ് ഒരു വലിയ നേട്ടം. അതിപ്പോഴും ഇപ്പോൾ 91-ലാണ് ആദ്യത്തെ ക്ലിനിക്കൽ ഇംപ്ലാന്റേഷൻ ഞാനിവിടെ ചെയ്യുന്നത്. ഇപ്പോൾ അത് മാനുഫാക്ചർ ചെയ്യുന്നത് TTK എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അവർ മദ്രാസിലാണ് അവരുടെ ഫാക്ടറി. അവരിപ്പോൾ ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളിൽ അവരെൻ്റെ അടുത്ത് പറയുന്നത് 18,000 വാൽവുകൾ പേഷ്യൻസിൽ ഉപയോഗിച്ച് കഴിഞ്ഞു. ഓരോ വർഷവും അവർ 3,000 വാൽവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യയിൽ ആകെ കൂടി 9,000 വാൽവുകളാണ് ഒരു വർഷം ചെയ്യുന്നതെന്നാണ് ഇപ്പോഴത്തെ അറിവ്. അപ്പോൾ 1/3 മാർക്കറ്റ് ഈ ചിത്ര വാൽവിനുണ്ട്. അത് വലിയൊരു നേട്ടമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് പൊതുവെ ഡോക്ടർമാർക്കും മറ്റെല്ലാവർക്കും തന്നെ ഇമ്പോർട്ട് ചെയ്യുന്നതിലാണ് എപ്പോഴും വിശ്വാസം. ഒരു അമേരിക്കൻ വാൽവാണ് എന്ന് പറഞ്ഞാൽ അത് മതി എല്ലാവർക്കും. അത് കുറച്ചൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഈ 1/3 മാർക്കറ്റ് കിട്ടുന്നത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. ഈ അമേരിക്കയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അങ്ങയുടെ മെഡിക്കൽ വിദ്യാഭ്യാസം, പരിശീലനം അതൊക്കെ പൂർത്തിയാക്കുന്നത് UK-യിലും USA-യിലും ഒക്കെയാണ്. അതെ. അങ്ങനെ ഉന്നത ബിരുദങ്ങൾ നേടിയിട്ടുള്ള നിരവധി ഡോക്ടർമാർ ഇപ്പോൾ കേരളത്തിന് കൈമോശം വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ആരും തന്നെ സർക്കാർ ആശുപത്രികളിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല. അങ്ങ് കാട്ടിയതുപോലെ ഒരു സാമർഥ്യം, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിസ്ക് എടുക്കുവാനായിട്ട് ആരും തയ്യാറാകുന്നില്ല. അവരെല്ലാം ഒരുപക്ഷെ വിദേശത്ത് തന്നെ ജോലി ചെയ്യുകയാണ്. അവർക്ക് അതിൻ്റെതായ സൗകര്യങ്ങളുണ്ട്, സുഖമുണ്ട്, സന്തോഷമുണ്ട്. ഞാൻ തന്നെ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ ഒരു സർവേ നടത്തിയപ്പോൾ വിദേശത്ത് പോയ ഡോക്ടർമാർ പറഞ്ഞത്, കൂടുതൽ ശമ്പളത്തിന് വേണ്ടി മാത്രമല്ല ഞങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്നത്, ജോലി സാഹചര്യം, വർക്ക് എൻവയോൺമെൻറ്റ്, ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം നമ്മുടെ നാടിന് ബുദ്ധിയുള്ള, സാമർഥ്യമുള്ള, വിവേകമതികളായ ഭിഷഗ്വരന്മാരെ നഷ്ടപ്പെടുകയാണ്. ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളിൽ പഠിച്ച ഡോക്ടർമാർ ജോലി ചെയ്യുന്ന പുറത്താണ്. ഈ ഒരു നഷ്ടം, അതായത് ഗുണമേന്മയുള്ള ഡോക്ടർമാരുടെ നഷ്ടം നമുക്ക് എങ്ങനെ നികത്തുവാൻ സാധിക്കും? ഇതൊരു വളരെ വിഷമേറിയ പ്രശ്നമാണ്. കേരളത്തിൽ മാത്രമല്ല, മെഡിക്കൽ കോളേജുകൾ പൊതുവെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ 260ഓളം മെഡിക്കൽ കോളേജുകൾ ഇന്ത്യയിലുണ്ട്. അതായത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ അത്രയും തന്നെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളുണ്ട്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾക്ക് പൊതുവേ ഉള്ള പ്രശ്നം അവിടെ എക്വിപ്മെന്റ്, ഫെസിലിറ്റീസ്, അതിലൊന്നും ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ഗവൺമെന്റിന് പണമില്ല. പിന്നെ വർക്ക് എൻവയോൺമെന്റ് വളരെ മോശമാണ്. ഒരുപാട് ട്രേഡ് യൂണിയൻസ് ഉണ്ട്. എല്ലാ എംപ്ലോയീസും ട്രേഡ് യൂണിയൻസാണ്, ഡോക്ടേഴ്സ് ഉൾപ്പെടെ. അത് കാരണം ഡിസിപ്ലിൻ ഇല്ല. ഒരു ആളൊരു ജോലി ചെയ്യുന്നില്ല, ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഡിസിപ്ലിൻ അതില്ല അവിടെ. അത് കാരണം ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരാൾക്ക് ഹീസ് എ സൈഫർ, അയാൾ വിചാരിക്കുന്നതിലൊന്നും അയാൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒരു
ഫസ്റ്റ് ഓഫ് ഓൾ റിസോഴ്സസ് കൂടുതൽ കൊടുക്കണം, ഇൻവെസ്റ്റ്മെൻറ്റ്. അത് ദർ ഇസ് നോ എസ്കേപ്പ്. ഇറ്റ് ഹാസ് ഓൺലി ടു കം ഫ്രം ദ ഗവൺമെൻറ് ആശുപത്രികളിൽ. മറ്റേത് ഈ വർക്ക് എൻവയോൺമെൻറ്റ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഹാവ് ഡിസിപ്ലിൻ. അതിന്ന് അച്ചടക്കം ഇല്ലാണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഈ അമേരിക്കയിലെ കാര്യം പറഞ്ഞല്ലോ, അവിടെ പോയി അവർ ഫ്രീ എൻ്റർപ്രൈസാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ അവിടുത്തെ രാഷ്ട്രീയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അച്ചടക്കം 100% നിർബന്ധമാണ്. അതെ, അത് വേണം. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട പോലെ കൊടുക്കുക. എക്വിപ്മെൻറ്റ് ഇല്ലാണ്ടൊരു ഡോക്ടറുടെ അടുത്ത് അയാളെ പോസ്റ്റ് ചെയ്തിട്ട് എന്താ കാര്യം? അയാൾക്കറിയാം ഇതൊന്നും ഞാൻ ചെയ്യുന്നത് ശരിയല്ല, അത് റിലയബിൾ അല്ല, എന്നിട്ട് പിന്നെയും പ്രാക്ടീസ് ചെയ്യുക. അതാണ് ഏറ്റവും വലിയൊരു ഡിറ്റർ ഒരു നല്ലൊരു ഡോക്ടർക്ക്. അയാൾക്ക് പുതിയ ഫെസിലിറ്റീസ് ഇല്ല, സപ്ലൈസ് ഇല്ല, ഡ്രഗ്സ് ഇല്ല. ആ ഒരു എൻവയോൺമെൻറ്റിൽ ആർക്ക് ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുക? അപ്പോൾ ആ ഫെസിലിറ്റീസ് ഗവൺമെൻറ് ഇൻവെസ്റ്റ് ചെയ്യണം. അതേസമയം ജോലി ചെയ്യാണ്ടിരിക്കുന്ന ആളുകൾ കൊണ്ട് ജോലി ചെയ്യിക്കണം. കോരിത്തരിപ്പിക്കുന്ന ഉന്മേഷത്തിന് ഞാൻ ചൂസ് ചെയ്യുന്നു പുതിയ കോൾഗേറ്റ് മാക്സ് ഫ്രഷ് ജെൽ. ഇതിലുള്ള അൾട്രാ ഫ്രഷ് മെൻതോളിന്റെ കൂളിംഗ് ക്രിസ്റ്റൽസ് നൽകും കൊടുങ്കാറ്റ് പോലുള്ള ഉന്മേഷം. എന്നെ ഉയർത്തും ഒരു ഐസി കൂൾ ലോകത്തേക്ക്. ഫ്രഷിനേക്കാൾ അധികം ഫ്രഷ്. മാക്സ് ഫ്രഷ് കോൾഗേറ്റ് മാക്സ് ഫ്രഷ് ജെൽ. നവോന്മേഷത്തിന്റെ പുതുപുത്തൻ ഭാവം. കോൾഗേറ്റ് ഡെന്റിസ്റ്റുകൾ ശുപാർശ ചെയ്യുന്ന നമ്പർ 1 ബ്രാൻഡ്.